അസ്സലാമു അലൈക്കും. യാസ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഫ്രൂട്ട്സിന് എങ്ങനെയാണ് വളം ചെയ്യേണ്ടത്, അതായത് ഇതിന് 6 മാസത്തെ 8-9 മാസത്തെ മെച്യൂരിറ്റി ഉണ്ട്. ഇത്ര പോകുന്ന പ്ലാന്റ് ഇത് നമ്മളെ മിറാക്കിൾ ഫ്രൂട്ടാണ് കേട്ടോ. എൻ്റെ മിറാക്കിൾ ഫ്രൂട്ടാണ്. അപ്പോൾ മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ട്, പിന്നെ ചിക്കു ഉണ്ട്, മാംഗോ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് വളം ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ നല്ല രീതിയിൽ അതിൻ്റെ ചുവട് എന്താ ചെയ്യുക, കൈക്കോട്ടുകൊണ്ട് കളച്ചുകൊണ്ട് അതിൻ്റെ വാവട്ടം ക്ലിയർ ആക്കുക. മനസ്സിലായത്? വേരിൽ നിന്ന് ഒരു 3 മീറ്റർ അല്ലെങ്കിൽ 3-4 മീറ്റർ, അത് ആ മീറ്റർ അകത്തിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇങ്ങനെ തടം ഒരുക്കേണ്ടത്. ഇങ്ങനെ തടം ഒരുക്കിയതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ചുറ്റോറം ഈ മണ്ണുകളൊക്കെ മാറ്റി കൊടുക്കുക. ഇതിൻ്റെ ഈ തടത്തിലാണ് നമ്മൾ മണ്ണിടേണ്ടത്. വളം ചേർക്കേണ്ടത്. ഒരിക്കലും വേരിനോടടുത്ത് ചേർക്കരുത്. അപ്പോൾ പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് എന്താണെങ്കിലും നഷ്ടപ്പെടും തീർച്ചയായും. കാരണം ഇപ്പോൾ വെയിലിൻ്റെ സമയമാണല്ലോ. അപ്പോൾ നമ്മൾ വളം ചേർക്കുമ്പോൾ അതിൻ്റെ ചൂട് താങ്ങാനാവാതെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ചേർക്കാനുള്ളത് നമ്മളെ ഇതാണ് സൂപ്പർ മീൽ. ഇതാണ് നമ്മൾ വളം, ഇതാണ് നമ്മൾ ചേർക്കുന്നത്. ഇത് ജൈവവളമാണ്, അതുകൊണ്ട് നമുക്ക് എത്രയും ചേർക്കാം, ഒരു കുഴപ്പമില്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ന്യൂട്രീഷൻ അതുകൂടി ചേർക്കണം. രണ്ടും കൂടി മിക്സ് ചെയ്താണ് നമ്മൾ ചേർക്കേണ്ടത്. ഓക്കെ, ഒരിക്കലും നമ്മുടെ ഈ ന്യൂട്രീഷൻ ഡയറക്റ്റായിട്ട് ചേർക്കരുത്. വളവും ഇതും രണ്ടും കൂടി ഒരുമിച്ചാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചേർക്കേണ്ടത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ വളം അത് കുറച്ച് ചേർക്കാം. നമ്മളെ സൂപ്പർ മീലാണ്, അടിപൊളി വളമാണ് കേട്ടോ. നമ്മളെ ഫ്രൂട്ട്സിനും പച്ചക്കറിക്കും പിന്നെ പ്ലാന്റ്സിനും ഒക്കെ ബെറ്ററാണ്. നിങ്ങളിതിൻ്റെ കളർ ഉണ്ടോ? ഞാൻ കളർ കാണിച്ചു തരാം. ഉണ്ടോ? ബ്ലാക്ക്, നല്ല അടിപൊളി ജൈവവളമാണ്. ഓക്കെ, നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചാണ്. എല്ലാ നഴ്സറിയിലും ഇത് അവൈലബിൾ ആണ്. കൂടാതെ നമ്മുടെ ന്യൂട്രീഷൻ അത് നമ്മൾ കുറച്ച് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഓവറായി ചേർക്കരുത്, അത് പ്ലാന്റിന് ദോഷം ചെയ്യും. ഇത് ഇങ്ങനെ നമ്മുടെ ഫ്രൂട്ട്സിന് ആവുമ്പോൾ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ ഓക്കെ അത്ര ചേർക്കുക. എന്നിട്ട് നമ്മൾ ഇത് മിക്സ് ചെയ്യുക. എന്നിട്ട് ശേഷം നമ്മൾ നമ്മുടെ പ്ലാന്റിൻ്റെ തടത്തിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഇതുമ്പോൾ കായ ഉണ്ട്, പക്ഷേ കായ ഉള്ളത് കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ തടയാൻ നമുക്ക് നമ്മുടെ ഈ വളം ഉപകാരപ്പെടും. ഞാൻ വളം ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 5-6 മാസമായി. അപ്പോൾ ഇവിടെ വീട്ടിലില്ല, അതുകൊണ്ടാണ് ജോലി സ്ഥലത്താണ്. അപ്പോൾ ജോലി സ്ഥലത്ത് നിന്ന് വരുമ്പോഴേ ഇവരൊക്കെ പരിപാലിക്കാൻ നമുക്ക് സമയം കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ ദിവസം മാറ്റി വെച്ചതാണ്. എന്നിട്ട് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇത് മണ്ണിട്ട് കവർ ചെയ്യുക. ഇങ്ങനെ മണ്ണിട്ട് കവർ ചെയ്യുക. ഞാനിത് ഉച്ചക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു വൈകുന്നേര സമയത്ത് ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ വളം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, നമ്മൾ എന്ത് ഇതിന് വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഉടനെ പിന്നെ നമ്മൾ അതിൻ്റെ ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കൽ മസ്റ്റാണ്. ഓക്കെ, ഒന്നാമത് ഓൾറെഡി ഇപ്പോൾ ചൂടുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്ലാന്റിന് അത് താങ്ങാനാവില്ല. പക്ഷെ ഞാൻ ഉച്ചക്ക ചെയ്യുന്നത്. ഇൻഷാ അല്ലാ വൈകുന്നേര സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത് റെഡിയാക്കണം. ഞാൻ രാവിലെ വെള്ളം ഒഴിച്ചു കൊടുത്താണ്, പക്ഷേ വെള്ളം ഒഴിച്ചു കൊടുത്തതൊക്കെ വെയിൽ അത്രക്കും നല്ല വെയിലല്ലേ, ചൂടല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇനി വൈകുന്നേര സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് റെഡിയാക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വളം ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ വളം ഇട്ട് കൊടുത്താണ്ട് നമ്മൾ പ്ലാന്റ്സിനെ കെയർ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാ തീർച്ചയായിട്ടും നമുക്ക് 2-4-5 മാസം കൊണ്ട് തന്നെ നമുക്ക് ഫ്രൂട്ട് ലഭിച്ചു തുടങ്ങും. ഇത് നമ്മളെ മിറാക്കിൾ ഫ്രൂട്ടാണ്. പിന്നെ ഉള്ളത് നമ്മളെ ചിക്കു കാണിച്ചു കൊടുക്കും.
ഇത് നമ്മളെ ചിക്കുവാണ്. പിന്നെ ഇത് നമ്മുടെ നാംഡോഗുമായിയാണ്, മാവിനൊക്കെ വളം ചെയ്തിട്ട് കുറേ ആയി, അതാണ് അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വളം ഇട്ട് കൊടുക്കേണ്ടത്. ഇങ്ങനെ വളം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ കവർ ചെയ്യുക. മനസ്സിലായോ? മാക്സിമം നമ്മൾ അതിൻ്റെ തടം മാക്സിമം എന്ത് ചെയ്യണം, എത്രത്തോളം വലുതാക്കാൻ പറ്റുമോ, വിസ്തൃതി കൂട്ടാൻ പറ്റുമോ അതിനനുസരിച്ച് നമ്മൾ കൂട്ടണം കേട്ടോ. എങ്കിലേ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളെ പ്ലാന്റ്സിന് വേരോടുള്ളൂ. നല്ല രീതിയിൽ വേരോടണമെങ്കിൽ നമ്മൾ അത്യാവശ്യം വിസ്തൃതി വേണം. പക്ഷെ നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ പരിധിക്കുള്ളിൽ വെച്ചാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ വളം ചേർക്കേണ്ടത്. ഇങ്ങനെ വളം ഇട്ട് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമുക്ക് 4-5 മാസം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഫ്രൂട്ട് കിട്ടി തുടങ്ങും. ശേഷം നമ്മൾ വളം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ചുറ്റോറം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പുതട്ട് കൊടുക്കണം. മനസ്സിലായോ? പുതട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ചെങ്ങൾക്ക് ചൂട് വെച്ചുകൊണ്ട് എന്ത് ചെയ്യും, പ്ലാന്റ്സിനൊക്കെ ക്ഷീണം സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പുതട്ട് കൊടുക്കുക. കാരണം ആ തണുപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പുതട്ട് കൊടുക്കുക. ഓക്കെ, നമ്മൾ വളം ഇട്ട് കൊടുത്തിൻ്റെ അതേപോലെ നമ്മൾ നന്നായിട്ട് പുതട്ട് കൊടുത്ത് കവർ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇതുള്ളത്, ഇല എന്തൊക്കെയാണോ ഉള്ളത്, നമ്മൾ ശീമക്കൊന്നയിലൊക്കെ ഏറ്റവും ബെറ്ററാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കുക ഈ സമയം. അല്ലേ, ഉണങ്ങിയതോ പച്ച എന്തോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ചുവട്ടിൽ കിടന്നാണ്ട് അത് വളമായി മാറിക്കോളും. അപ്പോൾ നമ്മളിങ്ങനെ പുതട്ട് കൊടുത്തെങ്കിലേ നമ്മളെ പ്ലാന്റ്സിനെ ഇതാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ വളം ഇട്ട് കൊടുത്തത് ചൂടടിച്ച് അതിൻ്റെ വേരിലൂടെ എന്ത് ചെയ്യും, പ്ലാന്റ്സിലേക്ക് ആഗിരണം ചെയ്ത് പ്ലാന്റ്സ് മൊത്തമായിട്ട് നശിച്ചു പോകും. അതുകൊണ്ട് നമ്മളിങ്ങനെ പുതട്ട് കൊടുക്കുക. പുതട്ട് കൊടുത്ത് നമ്മൾ ഇങ്ങനെ ഓരോ പ്ലാന്റ്സിനും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മളെ മിറാക്കിൾ ഫ്രൂട്ട്. ഓക്കെ, പിന്നെ ഏകദേശം 8-9 മാസത്തെ പ്രായമുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു മഞ്ഞ കളർ കയറി വന്നിട്ടുണ്ട്. അത് ന്യൂട്രീഷൻ്റെ കുറവാണ് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ വളത്തിൻ്റെ കൂടെ ന്യൂട്രീഷനും കൂടി ചേർത്തിട്ടുള്ളത്. ന്യൂട്രിയൻ്റ് ചേർക്കുമ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ ഇനി റെഡി ആയിക്കോളും. ഓക്കെ, ഇതാണ് നമ്മളെ ചിക്കു. ഇത് നമ്മളെ പീനട്ട് ബട്ടർ. ഓക്കെ, കുറച്ച് ഫ്രൂട്ട്സുകളുണ്ട്. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കെല്ലാം ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ ഓൺ ചെയ്താൽ ഞാൻ വിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇൻഷാ അല്ലാ വീണ്ടും കണ്ടുമുട്ടാം. ശുഭപ്രതീക്ഷയോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.